PSC നിയമന ക്രമക്കേട് ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. 3-അംഗ സംഘം അന്വേഷിക്കും. ഒരു SP-യും DYSP-യും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടത്തുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിന്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷെ അന്വേഷിക്കും. അല്ല, അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സിജോ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, സർക്കാർ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? PSC-യുമായി ബന്ധപ്പെട്ട നിയമന ക്രമക്കേടുകൾ സമഗ്രമായ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 3-അംഗ സംഘമാണ് അന്വേഷണം നടത്തുക. ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഈ സംഘത്തിൽ ഒരു SP-യും അതോടൊപ്പം തന്നെ മറ്റൊരു DYSP-യും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ ഉടൻ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. വൈകാതെ തന്നെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് സംഘം തയ്യാറെടുക്കുന്നത്. അതിന്റെ പ്രാഥമിക നടപടിയിൽ എന്ന നിലയിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിക്കും, ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വിവരം തേടുകയും ചെയ്യും. എന്തായാലും സമഗ്രമായി ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു നിയമനമല്ല, നിരവധി നിയമനങ്ങളാണ് ഇത്തരത്തിൽ ആരോപണ വിധേയമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം PSC യോഗമൊക്കെ ചേർന്ന സമയത്ത് ഇതിൽ PSC ചെയർമാനെതിരെ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കേസുകളിലെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് തുടർന്ന് മറ്റ് നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ശരി.